ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാലും ഇന്ന് നമുക്കൊരു ബിരിയാണിയാണ് കാണിക്കുന്നത്. എൻ്റെ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ സാലഡുണ്ട്, പിന്നെ പപ്പടമുണ്ട്. പപ്പടം ഞാനിങ്ങനെ മുറിച്ചാണ് വറുക്കുന്നത്. അപ്പോൾ എണ്ണയിൽ നമുക്ക് എണ്ണയും കുറച്ച് മതിയല്ലോ. പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നെല്ലിക്ക അച്ചാർ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ വെള്ളമുണ്ട്. പിന്നെ നമ്മുടെ ലിയോ ഉണ്ട്. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ലിയോ ആണ്. അതാ ലിയോയുടെ പരിപാടി. 5 മിനിറ്റൊക്കെ എന്നെ കണ്ടില്ലെങ്കിൽ ആ ലിയോ എവിടെ ആണെങ്കിലും ഓടി ഇറക്കി വരും. പിന്നെ എല്ലാവരും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. എല്ലാവരും ഊണെല്ലാം കഴിച്ചോ? രാത്രി കിടക്കാറായോ? ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ബിരിയാണിയാണ് എടുത്തത്. പക്ഷേ ഞാനിത് ഇട്ട് വരുമ്പോഴത്തേക്ക് വൈകിട്ട് രാത്രിയിലാവുമായിരിക്കും. പിന്നെ നമുക്കെല്ലാവർക്കും സങ്കടം ഉണ്ടാകുന്ന കാര്യമാണല്ലോ തമിഴ്നാട്ടിൽ നടന്നത്. അത്രയും പേരുടെ മരണം നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ പറയുക, നമ്മുടെ സേഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കി വേണം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാൻ. നമ്മളിനിയും എല്ലാവരും അങ്ങനെ തന്നെ. സിനിമാക്കാർ വരുന്നത് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോകും. പക്ഷെ നമുക്ക് നാളെയും ജീവനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പരിപാടിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു മനുഷ്യരും ഓർക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സേഫായിട്ടൊക്കെ ഉള്ളിടത്ത് മാത്രം എല്ലാവരും പോവുക. നീ ആരാ ചോദിക്കാന്ന് പറഞ്ഞാൽ വിഷമം കൊണ്ടാണ്. ഓരോരുത്തരുടെ ജീവൻ പോകുന്ന നോക്കുമ്പോൾ വിഷമമാണ്. എത്ര ലക്ഷങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. ചിലപ്പം അതിൻ്റെ ഇരട്ടി ആ പോയവരെ കൊണ്ട് നമുക്ക് കിട്ടും. നമുക്ക് പൈസ കിട്ടിക്കൊണ്ട് എന്തെങ്കിലും ആവുമോ? പൈസ മാത്രം പോരാ, പൈസയും വേണം. ജീവിതത്തിൽ പൈസ ആവശ്യമാണ്. പക്ഷേ എങ്കിലും ജീവൻ പോയിട്ടുള്ള പൈസയൊന്നും ആർക്കും ഒന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടൊക്കെ പോകണം. എനിക്കിത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വേടൻ്റെ പരിപാടി നാട്ടിലൊക്കെ ഉള്ളത് ഞാനൊക്കെ കാണുന്നത് യൂട്യൂബിലിരുന്നാണേ. അപ്പോൾ അതിനകത്ത് ആ തിരക്കും മരത്തിൻ്റെ മേളിൽ ഇരിക്കുന്നതൊക്കെ കണ്ടു. അതുപോലെ ഒരു ദിവസം എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ വേടൻ്റെ പരിപാടിക്ക് പോകുകയാണ്. എവിടാന്നൊന്നും പറഞ്ഞില്ല. അന്ന് ഞാൻ അനുഭവിച്ച വേദന അത് ഒരു അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അവൻ എത്തുന്നിടം വരെയും ടെൻഷനായിരുന്നു. അവൻ എത്തി എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് നമുക്കൊരു സമാധാനമായത്. അപ്പം അതുപോലെ തന്നെയാണല്ലോ എല്ലാ അമ്മമാരും. അപ്പോൾ അമ്മമാരായാലും എല്ലാവരും ഇപ്പം ഉത്സവ പറമ്പിലായാൽ തന്നെ ആനയൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ കാണുക. ഞാൻ 10-14 വർഷമായിട്ട് ഉത്സവങ്ങൾ, ഓണം ഇതൊന്നും നാട്ടിൽ ആഘോഷിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് നമ്മളിതൊക്കെ യൂട്യൂബിലിരുന്നാണ് കാണുന്നത്, സന്തോഷിക്കുന്നത്. നമ്മളതൊക്കെ കണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ആയാലും കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് കൈക്കുഞ്ഞൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ സേഫ് ആവുന്നോ? നമുക്കവിടെ ശ്വാസം മുട്ടലോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടോ? ഇത്രയും ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെ നോക്കി നിങ്ങളൊക്കെ പോവുക. നമുക്ക് പിന്നെയും ഇവരെയൊക്കെ നമുക്ക് ജീവനുണ്ടേ, വിജയിയായാലും ആരെയായാലും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ലിയോ ഇവിടെ വാ. ലിയോ പന്ത് കളിക്കാൻ പോയെന്ന് തോന്നുന്നു. വാ 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 ഓടി വാ കുഞ്ഞു, ഇവിടെ വാ. ഉണ്ടോ? ഇപ്പം കുറച്ച് നാളായിട്ടുള്ള എൻ്റെ കൂട്ടാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെയുള്ള ലിയോ. അവിടെ ഇല്ല, ഇങ്ങോട്ട് വരണ്ട. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ പറയാം. ശരി എന്നാൽ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുന്നു. ശരി എന്നാൽ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.